ഹായ്, എസ് പി ഉള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കഴിവുകേടിനെ കുറിച്ച് ആരോഗ്യമന്ത്രി, അതായത് തലസ്ഥാനത്ത് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞ ഇന്നത്തെ വാചകം മാത്രം കേട്ടാൽ മതി. തലസ്ഥാനം മാലിന്യ കൂമ്പാരമായിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം, മാലിന്യ നീക്കമെല്ലാം താളം തെറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി, അതായത് ഡെങ്കിപ്പനി, ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നഗരസഭയുടെ ഗുരുതര വീഴ്ചയാണെന്ന് ഭരണസമിതി ഇപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ ചില അഭിനയങ്ങൾ നടത്തുന്നുണ്ടല്ലോ. കഴിവുകേട് കൊണ്ട് സത്യപ്രതിജ്ഞ അസാധുവായതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നിലനിർത്താൻ വേണ്ടി അവർ അക്രമം അഴിച്ചു വിടുകയും പ്രതിപക്ഷത്തിന്റെ തോളിൽ കയറിയതിനു ശേഷം അവർ തമ്മിൽ കയ്യാങ്കളി നടക്കുന്നു എന്ന് പറയുമ്പോൾ കൊതുകിന് നിങ്ങൾ തമ്മിലടിക്കുകയാണെന്ന് അറിയില്ല. നഗരത്തിൽ വരാൻ പോകുന്നത് ഒരു മഴ കൂടി പെയ്യുകയാണെങ്കിൽ അതിതീവ്രമായിട്ടുള്ള പകർച്ചവ്യാധികളെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് ആരോഗ്യമന്ത്രിയാണ്. കേരളത്തിൽ ഒരു തലസ്ഥാനം പോലുള്ള ഒരു നഗരസഭയുടെ ഭരണം കിട്ടിയിടത്ത് ഭരണസമിതിയുടെ ഇപ്പോഴത്തെ കഴിവുകേട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ തുറന്നുകാട്ടലാണ് ആ പ്രതികരണം എന്ന് പറയേണ്ടി വരികയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ടുള്ള അടി, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ നഗരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇനിയൊരു മഴ വന്നാൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടില്ല. അന്ന് ആരോഗ്യ വകുപ്പിനെയാണ് എല്ലാവരും കുറ്റം പറയുക. ഞാൻ മുൻകൂട്ടി ഞാൻ നൽകുന്നു, ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുമാതിരി കൺട്രോൾഡാണ്. അപ്പോൾ അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ അധ്വാനമായിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച്, മറ്റെല്ലാ വകുപ്പുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തല്ലി കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണെന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറും. കെ മുരളീധരൻ എന്ന മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഏതെങ്കിലും CPM-കാർ രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞ കാര്യമല്ല. കാര്യം ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന മന്ത്രി എന്നുള്ള നിലയ്ക്കാണ്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡെങ്കിപ്പനി, ഷിഗല്ല തുടങ്ങി വൈറൽ ഫീവർ ഉൾപ്പെടെ തലസ്ഥാന നഗരം പനിച്ചെരിച്ച അവസ്ഥയിലാണ്. എന്തിനാണ് സംഭവിച്ചത്? ഇവരുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തില്ല. അതിന്റെ ഭാഗമാണെന്ന് മന്ത്രി തന്നെ പറയുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നഗരത്തിൽ മാലിന്യം കൂമ്പാരമായിരിക്കുകയാണ്. ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ വീണ്ടും കൊതുകുകൾ കൂടുതൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്നത് തലസ്ഥാനവാസികൾ എന്നുള്ള നിലയ്ക്ക് ഒരു ആരോഗ്യമന്ത്രി പറയുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഞങ്ങൾ വലിയ കായിക ബലത്തോടു കൂടി വിജയിച്ച് ഇന്നലെ അവരെ ഉപരോധം മറികടന്നുകൊണ്ട് അകത്ത് കയറി എന്ന കഴിവൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കഴിവ് കാണിക്കേണ്ടിടത്തെല്ലാം നിങ്ങൾ കഴിവുകെട്ടവരാണെന്ന് ഒരു മന്ത്രിക്ക് പറയേണ്ടി വന്നെങ്കിൽ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ചെയ്യാത്ത കാര്യത്തിന് നാട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തെ പൊങ്കാലിട്ടു? കാര്യം ഈ കഴിഞ്ഞ നവംബറിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഓരോ കോർപ്പറേഷനിലും തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം പുതിയ ഭരണസമിതികൾ വന്നത്. അങ്ങനെയാണ് തലസ്ഥാന നഗരസഭയിൽ BJPയുടെ അധികാരം വരുന്നത്. വന്നതിന് ശേഷം എന്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ തലസ്ഥാനത്ത് മാലിന്യ നീക്കമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ ഈ നാട്ടിൽ കൊതുകുകളുടെ പ്രജനനത്തിന് വലിയ അവസരമുണ്ടാക്കി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആരനുഭവിക്കേണ്ടി വരികയാണ്? നാട്ടുകാർ അനുഭവിക്കേണ്ടി വരികയാണ്. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി വരുന്നു. മന്ത്രിയുടെ പേരിലേക്ക് ഇത് പഴിചാരുമ്പോൾ യഥാർത്ഥത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയത് നഗരസഭയാണ്. നഗരസഭ അതുകൊണ്ട് മാലിന്യ നീക്കത്തിലും ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ തലസ്ഥാന നഗരം വലിയ പകർച്ചവ്യാധികളുടെ കേന്ദ്രമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ തലസ്ഥാനത്ത് വാചക കസർത്തുകൾക്കപ്പുറവും ഡയലോഗ് അടികളും ക്യാമറ ഫോട്ടോഷൂട്ടുകൾക്കപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പരാജയമാണെന്ന് ഒരു മന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്.